പറഞ്ഞിട്ടില്ല. ഇത് തെളിവായി പറയുന്നത് ഒന്ന്, അബൂബക്കർ സിദ്ദീഖ് അടുത്ത് അദ്ദേഹത്തെ അടിമ കൊടുന്നിട്ട് ഒരു ഇത് കൊടുത്തല്ലോ, ഭക്ഷണം കൊടുത്തു, അവർ കഴിച്ചപ്പോൾ വെച്ചു, ഇത് എവിടുന്നാ കിട്ടിയത്? അപ്പം പറഞ്ഞു, ഞാൻ പണ്ട് ജാഹിലിയ്യ കാലത്ത് ഞാൻ ഒരാൾക്ക് മന്ത്രിച്ചു കൊടുത്തിരുന്നു, അന്ന് എനിക്ക് പൈസ തന്നിട്ടില്ല, ഇപ്പം അവിടുന്ന് കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്കെന്തോ ആ പൈസ തന്നു, പണ്ട് തരാണ്. എനിക്കാണെങ്കിൽ അന്ന് മന്ത്രം ഇട്ട് അറിയില്ല, ഞാൻ വെറുതെ പറ്റിച്ചാണ്. അന്ന് എനിക്ക് മന്ത്രം അറിയില്ല, ഒന്നും ഞാൻ വെറുതെ മന്ത്രിച്ചു കൊടുത്താണ്, എനിക്കതയാൾ പൈസ പോയി ചെയ്തു. ഇപ്പം കണ്ടപ്പോൾ അന്നത്തെ കടം വീട്ടി, ഏതായാലും വെറുതെ ഇട്ടിയല്ലേ, അപ്പം നിങ്ങൾക്ക് എൻ്റെ വക ഒരു ഭക്ഷണം ഞാൻ വാങ്ങിയതാണ്. സിദ്ദീഖ് കൈയിട്ടിട്ട് ഛർദ്ദിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കിയതാണ്. രണ്ട് പ്രശ്നമാണ്. ഒന്ന്, പറ്റിച്ചുണ്ടാക്കിയതാണ്, കാരണം അവർക്ക് അറിയില്ല വിഷയം. രണ്ട്, ഹറാമായ സമ്പാദ്യം അവിടെ വന്നു. ജാഹിലിയ്യ കാലത്തെ മന്ത്രമാകുമ്പോൾ എന്ത് മന്ത്രം ഏത് മന്ത്രം ഒന്നും പറയാൻ പറ്റില്ലല്ലോ, അപ്പം അത് പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നിരക്കുള്ള വിഷയങ്ങൾ, അങ്ങനത്തെ ഒന്നിലേറെ സംഭവങ്ങൾ സമാനമായ ആ നിരക്കുള്ളത് വന്നിട്ടുണ്ട്. ബിലാൽ പറഞ്ഞു, നബിക്ക് ഹദിയ കൊടുക്കാൻ വലിയ പൂതി ഉണ്ടായിരുന്നു, നബിക്ക് സമ്മാനം കൊടുക്കാൻ വലിയ പൂതി. അപ്പം അദ്ദേഹത്തിന് കാര്യത്തിൽ സമ്പത്തൊന്നുമില്ല കൊടുക്കാൻ. അദ്ദേഹത്തിന് ചെറിയൊരു ഈത്തപ്പന തോട്ടമുണ്ട്, അതിലെ ഈത്തപ്പഴമൊക്കെ വളരെ നിലവാരം കുറഞ്ഞ താഴ്ന്ന ഐറ്റം ഈത്തപ്പഴമാണ്. അപ്പം അതിപ്പോൾ എങ്ങനെ നബിക്ക് കൊടുക്കാൻ? അതൊരു ഒരു മോശമല്ലേ? അപ്പോൾ അവസാനം അദ്ദേഹം ഒരു വഴി കണ്ടെത്തി. തൻ്റെ തോട്ടത്തിൽ നിന്ന് 2 ഈത്തപ്പഴം അദ്ദേഹം ശേഖരിച്ച് മാർക്കറ്റ് കൊണ്ടുപോയിട്ട് അത് കൊടുത്തിട്ട് മുന്തിയ ഇനം ഒരു സ്വാഴ് വാങ്ങി. 2 സ്വാഴ് കൊടുത്തിട്ട് മുന്തിയത് ഒരു സ്വാഴ് വാങ്ങിയിട്ട് നബിക്ക് കൊണ്ടുപോയി കൊടുത്തു ഹദിയായിട്ട്. അപ്പോൾ നബി സ്വീകരിച്ചു. നല്ല മുന്തിയ ഇനാണ്, എനിക്ക് ഇവിടുന്ന് എൻ്റെ ഇങ്ങനത്തെ ഇല്ല, എനിക്ക് ഇവിടുന്ന് ഇത് കിട്ടി വെച്ചു. ഇപ്പം പറഞ്ഞു, നബി ഞങ്ങൾ എൻ്റെ 2 സ്വാഴ് കൊടുത്തിട്ട് ഒരു സ്വാഴ് വാങ്ങിയതാണ്. നബി പറഞ്ഞു, ഐനുൽ റിബ, ഇത് ശുദ്ധമായ പലിശയാണ്, ഇത് പറ്റൂല. അങ്ങനെ 2 സ്വാഴ് കൊടുത്തിട്ട് ഒരു സ്വാഴ് വാങ്ങുക എന്നുള്ളത് പാടില്ല. ഭക്ഷ്യപദാർത്ഥങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ ഒരേ അളവിലാകണം. 2 സ്വാഴ് വിൽക്കാം, അതിന് പൈസ വാങ്ങാം, ആ പൈസക്ക് വേറെ വാങ്ങാം, അത് കുഴപ്പമില്ല. ഏത് ഈത്തപ്പഴാകുമ്പോൾ ഒരേ ഐറ്റം ഒരേ ഇനം അങ്ങനത്തെ വരുമ്പോൾ തുല്യമാവണം. അത് വേറെ. സ്ഥലം മാറ്റുന്ന വിഷയമില്ല, സ്ഥലം മാറ്റമൊക്കെ വരാം. ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ ആകുമ്പോൾ ഒരു ഭക്ഷണം കൊടുക്കുക, പകരം മറ്റൊരു സ്വർണ്ണത്തിന് പറ്റില്ല. പഴയ സ്വർണ്ണം കൊടുക്കുക, പുതിയ സ്വർണ്ണം വാങ്ങുക, അത് പറ്റില്ല. പഴയ സ്വർണ്ണം വിറ്റ് പൈസ വാങ്ങാം, പിന്നെ സ്വതന്ത്രമായി പുതിയ വനമാണെങ്കിൽ വേറെ വാങ്ങാം. ഒരു ഇടപാട് 2 ഇടപാട് അത് പാടില്ല. എന്നാലും പറ്റൂല, അവിടെ സ്വർണ്ണത്തിനും പറ്റൂല. കാരണം അവിടുന്ന് തന്നെ പുതിയത് വാങ്ങുമ്പോൾ അതിൽ വേറെ ചില അളവുകളുണ്ട്. പുതിയ സ്വർണ്ണം അവിടുന്ന് എടുക്കുകയാണെങ്കിൽ പഴയതിന് ഒരു വില, അവിടുന്ന് എടുക്കാതെ പൈസ വാങ്ങി പോവുകയാണെങ്കിൽ പഴയതിന് വേറെ വില എന്നൊന്നുണ്ട്. ഏകദേശമാണ് ഫുള്ള്. അപ്പം അത് പറ്റൂല. ഐറ്റംസ് വരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഭക്ഷണം കൊടുത്തിട്ട് അവിടുന്ന് വേറെ ഫർണിച്ചർ വാങ്ങുകയാണ്, അതിന് വിരോധമില്ല. ഒരേ ഇനം കൊടുക്കുമ്പോൾ തുല്യമാവണം, റൊക്കമാവണം, ഒരേ രൂപത്തിലാവണം എന്നാണ്. അതിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. അപ്പം അന്നത്തെ പലിശ സമ്പ്രദായങ്ങളാണ് അതൊക്കെ. അന്ന് ഈ ചൂഷണത്തിൻ്റെ വഴികളായി. അതേപോലെ അവധി കെട്ടി കൊടുക്കുമ്പോൾ വില കൂട്ടി കൊടുക്കുക, അതൊക്കെ അന്ന് റിബൻ ഫള്, റിബൻ നസീ, അതൊരു വ്യത്യസ്ത പലിശകൾ അന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഗണത്തിലാണ് വരുന്നത്.